മണിക്കൂറുകൾക്ക് ശേഷം ഐസിയുവിന് പുറത്ത് അക്ഷമയായി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഡോക്ടർ വന്നു. പേഷ്യൻസ് സ്റ്റേബിളായി വരുന്നുണ്ട്. പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ട് നന്നായി. രാവിലെ റൂമിലേക്ക് മാറ്റാം. ഈ സമയമാണ് കാശി അങ്ങോട്ട് വന്നത്. താൻ എന്തിന് ഇവിടെ വന്നു? നീ കാരണമാണ് ഇന്ന് ഇതെല്ലാം ഉണ്ടായത്. കാർത്തിക് അവൻ്റെ ഷോൾഡറിൽ ശക്തിയായി തള്ളി. കണ്ടല്ലോ, ആ ഐസിയുവിൽ ഒന്നല്ല 2 പേരാണ് മരണത്തിനോട് മല്ലടിക്കുന്നത്. അത് നിങ്ങൾ കാരണം, നിന്റെ കുടുംബം കാരണം, നിന്റെ സഹോദരൻ്റെ പ്രവൃത്തി കാരണം. സ്വന്തം അച്ഛൻ വിഷം നൽകി അതാ കിടക്കുന്നു അവിടെ. നീ പോ, എൻ്റെ സമനില തെറ്റിക്കാതെ പോ. കാർത്തിക് അലറിക്കൊണ്ട് പറയുകയാണ്. കാർത്തിക് അടങ്ങ്. അവനെ എന്തിന് പറയണം? അവൻ മണിക്കൂറുകൾക്കകം നമ്മുടെ കയ്യിൽ തന്നതല്ലേ നമ്മുടെ കുട്ടിയെ. ശത്രുവിൻ്റെ പേരും പറഞ്ഞ് സ്വന്തം മോൾക്ക് വിഷം നൽകാൻ മടിയില്ലാത്ത ആ മനുഷ്യനെ പറയണം. ജന്മം കൊടുത്ത മനുഷ്യൻ തന്നെ ജീവനെടുക്കാൻ ശ്രമിച്ച ആ മനുഷ്യനെയാണ് പറയേണ്ടത്. രേണുക പറഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റൽ വരാന്തയിൽ ഊർന്ന് ചുമരും ചാരി നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അയ്യോ അമ്മ! ദർശൻ ഓടി വന്ന് അവരെ ചേർത്ത് പിടിച്ചു. ഹേയ് കാശിനാഥ്, താൻ പ്രശ്നം ഉണ്ടാക്കാതെ പോകൂ. ഇവിടെ ഈ സമയം ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ. കണ്ടുനിന്ന ഡോക്ടർ കാശിയെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിന്റെ അപ്പച്ചി നിന്റെ വീട്ടുകാരുടെ ഉള്ളിൽ മരിച്ചുപോയി കാശി. ഈ അപ്പച്ചിയെ കാണണം എന്നും പറഞ്ഞ് പുതിയ ബന്ധമുണ്ടാക്കി വരണ്ട. പോകാൻ കാർത്തിക് അവനെ തള്ളിക്കൊണ്ട് പറയുകയാണ്. കാശി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഹോസ്പിറ്റലിൻ്റെ ഒഴിഞ്ഞ കോണിലായി പോയിരുന്നു. അവൻ ആ രാത്രി മുഴുവൻ അവിടെ ഇരുന്നു. രാവിലെ സമയം 8 കഴിഞ്ഞു. പേഷ്യൻ്റ് റിക്കവർ ആയിട്ടുണ്ട്. ഡോക്ടർ ഐസിയുവിന് പുറത്ത് ഇരിക്കുന്ന രേണുകയെയും ദർശനെയുമായി പറഞ്ഞു. റൂമിലേക്ക് മാറ്റാം. അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. കാശിയെ അല്പം അകലെയായി കണ്ട ഡോക്ടർ അവൻ്റെ അടുത്തേക്ക് വന്നു. കാശിനാഥ്, താൻ പോയില്ലേ? ആ ഫാമിലി നിങ്ങളെ കണ്ടാൽ വീണ്ടും പ്രോബ്ലം ഉണ്ടാക്കും. താൻ ഇപ്പോൾ പോകൂ. ഞാൻ പോകാം ഡോക്ടർ. ആ 2 പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? റീകവർ ചെയ്തു വരുന്നുണ്ട്. ഈ സമയമാണ് സ്ട്രെച്ചറിൽ കിടത്തി ദുർഗയെ റൂമിലേക്ക് 2 നേഴ്സുമാർ കൊണ്ടുപോകുന്നത്. പ്ലീസ് ഡോക്ടർ, എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്, ഞാനൊന്ന് കാണട്ടെ. കാശി പറഞ്ഞുകൊണ്ട് വേഗം അവർക്ക് പിന്നാലെ പോയി. നേഴ്സുമാർ അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. ആൾ മയക്കത്തിലാണ്. കാശി ദുർഗയുടെ അടുത്തായി വന്നു നിന്നു. അവൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. വേണ്ട അപ്പച്ചി, കാശിയെ ഒന്നും ചെയ്യല്ലേ. ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാനാണ് അവൾ പറഞ്ഞുകൊണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നുണ്ട്. കണ്ണുകൾ തുറക്കാൻ പാടുപെടുന്നുണ്ട്. കാശി അവളുടെ കൈകൾ പിടിച്ചു വെച്ചു. റിലാക്സ്, ഒന്നുമില്ല. അവൻ മെല്ലെ കൈകൾ ഉയർത്തി അവളുടെ തലയെ തലോടാനായി നിന്നു. നേരമാണ് നേഴ്സ് കയറി വരുന്നത്. സർ, ഡോക്ടർ പുറത്ത് ഇറങ്ങാൻ പറഞ്ഞു. പേഷ്യൻറ്റിൻ്റെ ഫാമിലി വരുന്നുണ്ട്. അവൻ പിന്നെ അവിടെ നിന്നില്ല, പുറത്തേക്ക് നടന്നു. കാശി വീട്ടിലെത്തി അവൻ്റെ റൂമിലേക്ക് കയറിയപ്പോൾ കാണുന്നത് കുഷ്യനിൽ ഇരിക്കുന്ന അമ്മയെയാണ്. കാശിയെ കണ്ടതും അവർ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. കാശി, നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? അച്ഛൻ അന്വേഷിച്ചു കൊണ്ടിരുന്നിരുന്നു. അമ്മ വടക്കേടത്തെ ആ കുട്ടിക്ക് സ്വന്തം അച്ഛൻ തന്നെ കൊല്ലാനായി ഓവർഡോസ് സ്ലീപ്പിംഗ് പിൽസ് നൽകി. ഐസിയുലാണ്. എന്തിനാ മോനെ അച്ഛനിഷ്ടമില്ലാത്ത കാര്യം നീ ചെയ്യുന്നത്? നിനക്കറിയില്ലേ അച്ഛൻ്റെ സ്വഭാവം? 18 വർഷമായിട്ട് സ്വന്തം സഹോദരിക്ക് ക്ഷമിക്കാത്തവരാണ് അവർ. നീ ആയിട്ട് കുടുംബത്തിൻ്റെ സമാധാനം കളയല്ലേ. നമ്മൾ കൂട്ടുകുടുംബമാണ് മോനെ. ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചേ പറ്റൂ. സുനന്ദ വേവലാതിയോടെ പറഞ്ഞു. അമ്മ ടെൻഷനാകാതെ, ഇവിടെ ഒന്നാകെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. കാശി അമ്മയെ ചേർത്ത് പിടിച്ച് തലയിലൊന്ന് മുത്തി. നീ പറയുന്നതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഫ്രഷായി റെസ്റ്റ് എടുക്കുക. അമ്മയ്ക്ക് അടുക്കളയിൽ പണിയുണ്ട്. നിൻ്റെ അച്ഛനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടേ. സുനന്ദ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. നിർമ്മലയെയും റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദുർഗയെയും നിർമ്മലയെയും കാണാനായി വന്നതാണ് മുത്തശ്ശൻ ജഗന്നാഥനും കൗസല്യയും. കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ പോലെയാണ് ആ സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. കിച്ചു അവരെ കണ്ടതും ചാടി എഴുന്നേറ്റു. അച്ഛാ, ആ സ്ത്രീയോട് പോകാൻ പറയൂ. അവൻ കാർത്തികിനെ തള്ളിക്കൊണ്ട് കൗസല്യയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. അവൻ ആ സ്ത്രീയെ കണ്ടതും വെപ്രാളപ്പെടുന്നുണ്ട്. കൂടെ ദേഷ്യവും. എല്ലാം കൂടെ ആ കുട്ടിക്ക് കൺട്രോളാക്കാൻ കാർത്തികിന് സാധിക്കുന്നില്ലായിരുന്നു. കിച്ചു അച്ഛൻ കാർത്തികിൻ്റെ കൈകൾ തട്ടി മാറ്റി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. പോകാൻ. എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ നിങ്ങൾ എന്തിനിവിടെ വന്നു? മുത്തശ്ശ, കൊണ്ടുപോ, ഈ സ്ത്രീയെ കൊണ്ടുപോകൂ, അവൻ ഉച്ചത്തിൽ പറയുകയാണ്. ആളുകളെല്ലാം അവരെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും കൗസല്യ വേഗം അവിടെ നിന്നും തിരിച്ചുപോയി.
കാശി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. എല്ലാവരും അവരവരുടെ ചെയറിൽ ഇരിക്കുന്നുണ്ട്. കാശി രൂപേഷിനെ നോക്കിക്കൊണ്ട് അച്ഛൻ്റെ അടുത്തുള്ള ചെയറിലേക്കിരുന്നു. എങ്ങനെ സാധിക്കുന്നു രൂപേഷ് ഇത്ര കൂളായി ഇരിക്കാൻ? നീ കാരണം ഇന്നലെ ആ പെൺകുട്ടിയുടെ അച്ഛൻ അതിനെ കൊല്ലാൻ നോക്കി. അവൾ ICUവിലാണ്. നീ എങ്ങനെ അറിഞ്ഞു കാശി? സദാശിവൻ അവനെ ഗൗരവത്തിൽ നോക്കി ചോദിച്ചു. നമ്മുടെ രക്തവും ICUവിലാണ്. നിർമ്മലാപ്പച്ചിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിഞ്ഞത്. കാശിയുടെ മറുപടി കേട്ടതും സദാശിവന് ദേഷ്യം അരിച്ചു കയറി. ഓ, അപ്പോൾ ശത്രുക്കളുടെ വിശേഷം അറിയാനും പോയോ നീ? മഹാദേവൻ പരിഹാസത്തോടെ ചോദിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട കാശി. സദാശിവൻ്റെ മുഖഭാവം മാറിക്കണ്ടതും സുനന്ദ വേഗം മകൻ്റെ സംസാരത്തിന് തടസ്സം നിന്നു. അമ്മയുടെ വാക്കിന് എതിർ അഭിപ്രായമില്ലാത്ത കാശി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ഏട്ടാ, രൂപേഷും ശരണ്യയുമായുള്ള വിവാഹക്കാര്യം നമുക്കത് ഉറപ്പിച്ചാലോ? മഹാദേവൻ ഏട്ടനോടും ചേച്ചി ദേവികയെയും നോക്കി ചോദിച്ചത്. ദേവിക ഞെട്ടലോടെ ശരണ്യയെ നോക്കി. എനിക്ക് സമ്മതമല്ല എൻ്റെ പെങ്ങളെ രൂപേഷിന് നൽകാൻ. എനിക്ക് സമ്മതമല്ല, കാശി തീർത്തു പറഞ്ഞു. രൂപേഷിനെന്താ കുഴപ്പം? മഹാദേവനാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അവൻ നിങ്ങളുടെ മകനാണ്. പക്ഷേ ഇവനെ പോലെ ചതിയനായ ഒരാൾക്ക് എൻ്റെ സഹോദരിയെ തരാൻ എനിക്ക് മനസ്സില്ല. കാശി ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു. കാശി, നീ മിണ്ടരുത്. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാണ്. സദാശിവൻ്റെ വാക്ക് കേട്ടതും കാശി അമ്മയെ ഒന്ന് നോക്കി ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. കാശി ഓഫീസിൽ തിരക്കിലാണ്. അവൻ്റെ പിയ ജോസഫ് ഓരോ ഫയലും അവൻ്റെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നുണ്ട്. കാശി അതീവ ശ്രദ്ധയോടെ ഓരോ കാര്യവും നോട്ട് ചെയ്തു. സദാശിവനും മഹാദേവനും സംസാരത്തിലാണ്. ഈ സമയമാണ് കാശി അങ്ങോട്ട് കയറി വന്നത്. അവൻ്റെ കയ്യിൽ ഒരു ഫയലുണ്ട്. അച്ഛാ, എനിക്ക് സംസാരിക്കാനുണ്ട്. ആ, ഇരിക്ക്. അയാൾ മുന്നിലെ ചെയർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അച്ഛനോട് തനിച്ചാണ് സംസാരിക്കേണ്ടത്. മഹാദേവനെ നോക്കിയാണ് അവനത് പറഞ്ഞത്. ഓ ശരി ഏട്ടാ. മഹാദേവൻ ഒരു ചിരിയോടെ എഴുന്നേറ്റു. ചെറിയച്ഛൻ ഇരിക്കുന്നത് കൊണ്ട് പറഞ്ഞാൽ എന്താ കാശി? ഏയ് വേണ്ട ഏട്ടാ, ഞാൻ പിന്നെ വരാം. മഹാദേവൻ കാശിയുടെ കയ്യിലെ ഫയലിലേക്കൊന്ന് നോക്കി അവിടെ നിന്നും പോയി. അച്ഛാ, അവൻ കയ്യിലെ ഫയൽ അയാൾക്കു നേരെ നീട്ടി. സദാശിവൻ ഫയൽ വാങ്ങി ഓരോ പേജും നോക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കോടികളുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അച്ഛൻ്റെ അനിയൻ. കാശി ഓഫീസിലെ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്. സദാശിവൻ അവൻ്റെ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. വിളിക്കോ അയാളെ. എന്തിനിതെല്ലാം ചെയ്തെന്ന് ചോദിക്കോ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കോ. വേണ്ട കാശി. എന്താ അച്ഛാ? അച്ഛൻ ഈ ഫയൽ നോക്കിയിട്ട് മനസ്സിലായില്ലേ? കാശി അക്ഷമയോടെ അയാൾക്ക് ഓപ്പോസിറ്റ് ചെയറിലേക്കിരുന്നു. ഇതെല്ലാം അച്ഛൻ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതല്ലേ? മുത്തശ്ശനാക്കി ഉണ്ടാക്കിയതെല്ലാം അനിയനും സഹോദരിമാർക്കും വീതിച്ചു നൽകിയില്ലേ? ഇതിൽ അച്ഛൻ്റെ വിയർപ്പാണ്. എന്തുകൊണ്ട് അച്ഛൻ ചോദിക്കാൻ മടിക്കണം? നിർത്ത് കാശി, ഇത്രയും പറയാതെ. അവൻ എൻ്റെ ചെറിയച്ഛനാണ്. ഇത് ചെറിയ എമൗണ്ട് ആണോ അച്ഛാ? ചെറിയച്ഛൻ ഈ പ്രവൃത്തി അച്ഛന് വല്ല സംശയമുണ്ടായിരുന്നോ? സദാശിവൻ്റെ സിമ്പിളായുള്ള സംസാരം കേട്ടതും കാശി ചോദിച്ചുപോയി. ചെറിയ എമൗണ്ടിൽ തിരിമറി ഞാൻ മുന്നേ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും വലിയ എമൗണ്ട് ഇത് ആദ്യമായിട്ടാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തേ അച്ഛാ? പേടിയായിരുന്നു കാശി. ഒറ്റപ്പെട്ടു പോകുമോ എന്ന പേടി. ഒരേ ഒരു മകൻ UK-യിൽ സ്വന്തമായി ബിസിനസ് നോക്കിയപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. ഈ കണ്ട ബിസിനസ് പ്രായമായി വരുന്ന ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് നടക്കും കാശി? ദേവൻക്ക് എന്തിനു പോന്ന 2 ആൺമക്കളുണ്ട്. എനിക്കോ? കാശി, എട്ടും പൊട്ടും തിരിയാത്ത നിൻ്റെ കൂടപ്പിറപ്പ് കാർത്തു, നിൻ്റെ അമ്മ, അവരുടെ കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കണ്ടേ? വെള്ളിയാർനിലം തറവാടിൻ്റെ അഭിമാനം. കൂടപ്പിറപ്പുകൾ തമ്മിൽ അടികൂടി നാട്ടുകാർക്ക് ചിരിക്കാൻ ഒരു വാർത്ത എന്നല്ലാതെ എന്തു ഗുണമുണ്ട് കാശി? അവരും അത് ചിന്തിക്കണ്ടേ അച്ഛാ? നോക്ക് കാശി, അവൻ എന്നിൽ ചെറുതാണ്. കുടുംബ ബന്ധത്തെ ചേർത്തു നിർത്തേണ്ടത് വലിയവൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി നീ ഏറ്റെടുക്ക് കാശി. ഈ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുക. നല്ലൊരു കാവൽക്കാരനായി ഇതിനുള്ളതെല്ലാം നീ സംരക്ഷിക്കുക. മോഷ്ടിക്കാനും അവസരം കൊടുക്കാതിരിക്കുക നീ. ഇനി നമുക്ക് അതേ ചെയ്യാനുള്ളൂ കാശി. കഴിഞ്ഞു പോയത് അത് ഇനി ഓർക്കണ്ട. അവരുടെ സാലറി ഒഴിവാക്കാതെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് അവർക്ക് മനസ്സിലാവാതെ ഇനി അങ്ങോട്ട് നീ തന്നെ എല്ലാ ബിസിനസ്സും ഹാൻഡിൽ ചെയ്യേ കാശി. കുടുംബ ബന്ധത്തിന് വിള്ളൽ വരുത്താതെ നീ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുവാനെ. അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. കാശിയെ ചേർത്ത് പിടിച്ചു. അവൻ അയാളെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവർ നിറഞ്ഞ സന്തോഷത്തോടെ പരസ്പരം പുണർന്നത്. അച്ഛാ, എൻ്റെ അച്ഛൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ എന്നു.
അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്കറിയോ എൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ് എന്ന്? നീയാണ് കാശി. നിന്റെ ജന്മമാണ് എൻ്റെ എന്നത്തെയും സന്തോഷം. കാശി ഒന്ന് പുഞ്ചിരിച്ചു, മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു. അമ്മ, എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? എന്തിനു മോളെ? നീ ചെയ്ത തെറ്റിന് നീ അനുഭവിച്ചു. സ്വന്തം അച്ഛൻ തന്നെ തന്നില്ലേ ആരും ചെയ്യാത്ത ശിക്ഷ? എൻ്റെ കുഞ്ഞു, ഒന്ന് ആലോചിക്കല്ലേ? ഇനിയെങ്കിലും കരച്ചിലൊന്ന് നിർത്തുക. കല്യാണത്തിൻ്റെ അന്ന് ഒളിച്ചോടൽ സർവ്വസാധാരണമാണ് ഈ കാലത്ത്. ചേച്ചി തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നില്ലേ? ദർശന മോളെ, നീ പറയുന്നത് പോലെയല്ല. സ്വന്തം അച്ഛൻ്റെ ശത്രുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളാ ഞാൻ. എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം കളഞ്ഞു കുളിച്ചവൾ. ഓ, ഒന്ന് നിർത്ത് ദുർഗേ, മതി. ഇനി നിൻ്റെ കണ്ണു നിറഞ്ഞാലുണ്ടല്ലോ. ഇത് കഴിക്ക്. നേരം ഇത്ര ആയിട്ടും ഒരു വസ്തു കഴിച്ചിട്ടില്ല. രേണുക അവസാനം ശാസനയോട് സ്വരത്തിൽ പറഞ്ഞതും ദുർഗ ദർശനയെ ഒന്ന് നോക്കി ഓറഞ്ച് അല്ലി വായിലേക്ക് വെച്ചു.